എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസ് ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 പൂയം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. Seven of Pentacles, Ace of Swords, Five of Swords, King of Wands, Ace of Wands. Last card വന്നിട്ട് Four of Swords എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 7 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ജീവിതത്തിൽ ഗ്രോത്ത്, വളർച്ചയുണ്ട് ജീവിതത്തിൽ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവില്ല. എല്ലാം സമയമെടുത്ത് ഇഴഞ്ഞു നീങ്ങുന്ന പോലെയായിരിക്കും തോന്നുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മനസ്സിനെ അലട്ടുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിനൊരു സ്വസ്ഥത കുറവുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സാഹചര്യത്തെ സ്വീകരിക്കുക എന്നുള്ളത്, അതായത് മനസ്സിലാക്കുക ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പയ്യപ്പോക്ക് അല്ലെങ്കിൽ പതുക്കെ പോകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളത്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയുന്നത് പോലെ പതുക്കെ മുന്നോട്ടേക്ക് പോവുക. മുന്നോട്ടേക്ക് തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ പുറകോട്ടേക്കല്ല. ഡോണ്ട് ഗീവ് അപ്പ്. ഒരിക്കലും ഇത് ഇനി മതി, ഇനിയൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിർത്തി പോവാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു ബിസിനസ് ആയിക്കൊള്ളട്ടെ, പഠിക്കുന്ന കാര്യമായിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, വിട്ട് കളഞ്ഞിട്ട് പോകാതിരിക്കുക. അതിനുള്ള സമയമല്ല. സ്ലോ ആണ് എന്ന് വെച്ചാൽ ഗ്രോത്ത് ഇല്ല എന്നുള്ളതല്ല എന്ന് വീണ്ടും പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ കെട്ടിപ്പടുത്ത കാര്യങ്ങൾക്കൊക്കെ ഫലം ലഭിക്കാൻ ഉള്ള സമയമാകുന്നതേ ഉള്ളൂ. അതിനുള്ള ഫലം ഇപ്പോൾ ലഭിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അതിനർത്ഥം ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളത് തന്നെയല്ല, നിങ്ങൾ അതിനോട് വളരെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സമയം നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ തടസ്സമോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുന്നില്ല, വീണ്ടും സമയം എടുക്കുന്നു, പോസ്റ്റ്പോൺ ആയി പോകുന്നു കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ ഒരു അവസരം ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോയി വിട്ടുകളയാതിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളെ കുറിച്ചിട്ടുള്ള കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവാൻ സാഹചര്യമുണ്ട്. അത് അനാവശ്യമാണ്. എന്നിരുന്നാലും മക്കളുടെ കാര്യം ചെറുതാണെങ്കിലും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് അത്രയും ടെൻഷൻ എണിക്കേണ്ടുന്ന ഒരു കാര്യമൊന്നുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതേപോലെ തന്നെ ഏസ് ഓഫ് സോർട്സ് എനർജിയാണ്. അനാവശ്യ ചിന്തകൾ മനസ്സിൽ കൂട്ടിക്കഴിച്ച് വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, അതായത് ഇവിടെ പറയുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുകയാണ്. വളരെ സെൻസിറ്റീവാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലെടുത്ത് അത് വെച്ച് സ്ട്രെസ് ആവുക, ടെൻഷൻ അടിക്കുക, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നിങ്ങൾ മനസ്സൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സ്ട്രെസ് ഒഴിവാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പറ്റുമെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ റിലീസ് നെഗറ്റിവിറ്റി എന്നുള്ളത് എഴുതി വെച്ചിട്ട് അത് കത്തിച്ചു കളയുക. കത്തിച്ചിട്ട് പുറത്ത് കൊണ്ട് ഊതിക്കളയുക, അല്ലാതെ വീട്ടിൽ തന്നെ വയ്ക്കരുത്. ഇത് ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. കാരണം ഒരു സ്ട്രെസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, അത് റിലീസ് ചെയ്യാൻ. അതുപോലെ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഹനുമാൻ സ്വാമിയാണ് ഭജിക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹനുമാൻ ചാലീസ വായിക്കാം, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതേപോലെ ജീവിതത്തിൽ ഒത്തിരി സ്ട്രെസ് ഉള്ളവര്, നിങ്ങൾക്ക് ഒത്തിരി ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അത്രയും കഠിനമായിട്ടുള്ള സാഹചര്യം ഉള്ളവരാണ് എങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റ്, ഒരു കൗൺസിലറുടെ സഹായം തേടുക. അവരുടെ സഹായത്തോടു കൂടിയിട്ട് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ അത് അവിടെ നിർത്താൻ ശ്രമിക്കുക, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെൻഷൻ അടിക്കേണ്ടുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടോ നിങ്ങൾക്ക് സ്ട്രെസ്സാണ്, അതിൻ്റെ ഒരു സമയം
ആണ്. ഇപ്പോൾ അനാവശ്യ സ്ട്രെസ്സിന്റെ സമയമാണ്. നിങ്ങളുടെ എനർജിയിൽ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. യോഗ പോലുള്ള കാര്യങ്ങൾ വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം ഈ ഒരു സ്ട്രെസ് കാരണം നിങ്ങൾക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പഠിത്തത്തില്, കുടുംബത്തിലെ മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി. ഇപ്പൊ ചിലപ്പോ ചായയിൽ പഞ്ചസാരയ്ക്കൊക്കെ ഉപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോരുത്തരും അവരവരുടെ പ്രവൃത്തിയിൽ ചെയ്യുന്ന. ഇപ്പൊ ഫാമിലിയിൽ ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ പോലും, ഇത് പുരുഷന്മാരോ സ്ത്രീകളോ എന്നുള്ളതല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വർക്ക് ചെയ്യാത്തവരാണെങ്കിലും ഒക്കെ അവരവരുടെ മേഖലയിൽ, ഇപ്പൊ വീട്ടിൽ പുറത്തു പോയി ജോലി ചെയ്യുന്നില്ല, വീട്ടിൽ മാത്രം ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ സ്ട്രെസ് കാരണം ഒന്ന് ഓർക്കാണ്ട് ചെയ്തു പോകുന്നുണ്ട്. അബദ്ധങ്ങൾ പറ്റിയേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് എനർജി കാണിക്കുന്നത് നിങ്ങളുടെ ചുറ്റിനും. അപ്പോൾ ഉള്ളിലുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെസ്സും ടെൻഷനും നെഗറ്റീവ് എനർജീസ് മാറാൻ ഒരു ശത്രു സംഹാര പൂജ കഴിക്കാം. പുറത്തുനിന്നുള്ള എനർജീസിൽ നിങ്ങൾ വീടിന്റെ 4 ചുറ്റിനും ഉപ്പ്, 4 മൂലയിലുമായിട്ട് ഉപ്പ് ഒരു ചെറിയ എന്തിലെങ്കിലും പാത്രത്തിൽ വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഉപ്പ് വിതറുന്നത് നല്ലതായിരിക്കും. ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് ചെയ്യാവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് ഫോൺസ് എനർജിയാണ് ഈ ഒരു മാസത്തിൽ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കോമ്പറ്റീഷൻ ഉള്ള സമയമാണ്. കോമ്പറ്റീഷൻ ജോലി ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ സ്കൂളിൽ മത്സര പരീക്ഷകളിലൊക്കെ എഴുതുന്നവർക്കാണെങ്കിൽ കോമ്പറ്റീഷന്റെ സമയമാണ്. അതിനർത്ഥം നിങ്ങൾക്ക് വിജയസാധ്യത ഇല്ല എന്നുള്ളതല്ല. ഈ ഒരു കോമ്പറ്റീഷനെ അതിജീവിച്ചിട്ട് നിങ്ങൾ വിജയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സാഹചര്യം വന്നിരുന്നാൽ പോലും അതിനെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ അഡ്രിനാലിൻ റഷ് കാണിക്കുന്നുണ്ട്. അതായത് സാഹസികമായിട്ടുള്ള യാത്രകളോ പ്രവർത്തനങ്ങളിലോ ഒക്കെ ഏർപ്പെടും. അതായത് നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ റോളർ കോസ്റ്ററിലൊക്കെ കയറുന്ന സമയത്ത് ഉള്ളിലൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫീല് വരുന്ന അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അനുഭവപ്പെടാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് ഈ ഒരു മാസത്തില്. വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ പെട്ടെന്നുള്ള ഒരു അഡ്രിനാലിൻ റഷ് വരുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ അതായത് സൂര്യനും ഗുരുവും വ്യാഴവും തമ്മിലുള്ള കൺജങ്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കി, അത് ഓരോരുത്തരുടെ അസ്ട്രോളജി പ്രകാരം നോക്കിയതിനു ശേഷമാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്, ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം വളരെ പോസിറ്റീവാണ്. പ്രൊമോഷൻ, ശമ്പള വർധനവ്, വലിയ പൊസിഷനിലേക്ക്, മാനേജറൽ പൊസിഷനിലേക്ക്, ഹയർ പൊസിഷനിലേക്ക് പോകാനുള്ള അവസരവും സൂചിപ്പിക്കുന്നുണ്ട്. ഏസ് ഓഫ് ഫോൺസ് എനർജിയാണ് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ സ്പിരിച്വലി കണക്റ്റഡ് ആവേണ്ട അനിവാര്യതയാണ്. അതായത് നിങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും മറ്റൊന്നും തീരെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിലും, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടമില്ലാത്തതിനൊരു കാര്യം കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു മിനിറ്റത്തേക്ക് തുടങ്ങുക. ഒരാഴ്ച 7 ദിവസം 1 മിനിറ്റ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. 1 മിനിറ്റ് നിങ്ങളൊന്ന് പാകപ്പെട്ട് വരുമ്പോൾ അടുത്ത 2 മിനിറ്റിലേക്കോ മറ്റോ ആക്കാവുന്നതാണ്. അങ്ങനെ മെഡിറ്റേഷൻ ശ്രമിച്ചു നോക്കുക. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും അതിലൂടെ സഹായകരമാണ്. യോഗ ചെയ്യാം, പ്രാണായാമം പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കാവുന്നതാണ്, കോൺസെൻട്രേഷനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട്. അതേപോലെ 4 ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ. ചില ആളുകൾ ഹോം സിക്നെസ് കാണിക്കുന്നുണ്ട്. അതായത് വിദേശത്തൊക്കെ ഉള്ളവർ, പഠിക്കാൻ പോയിട്ടുള്ളവരോ, കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്നവർ കുടുംബത്തെ വല്ലാതെ മിസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഫാമിലി, അതേപോലെ കുട്ടികളിൽ നിന്ന് മാറി നിൽക്കുന്ന മാതാപിതാക്കള്, അങ്ങനെയുള്ളവർക്ക് ഒത്തിരി ഹോം സിക്നെസ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു അന്തരീക്ഷമുണ്ട്. അപ്പൊ അത് പറ്റുന്ന സമയങ്ങളിൽ ഫാമിലി വിളിച്ച് സംസാരിക്കുക. അങ്ങനെ മറ്റുള്ളവരായിട്ട് കുറച്ച് കൂടെ ആരാണോ ഉള്ളത്, ഫ്രണ്ട്സ്, അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുക. ഒറ്റയ്ക്കിരിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ദൈവത്തെയാണ് കൂടുതലായിട്ട് ഈ ഒരു മാസം ആരാധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്നത് കാമദേവനാണ്. സോ നിങ്ങളിപ്പോ ജീവിതത്തില്
ഏറ്റവും ഇപ്പൊ നമ്മൾ കാമദേവന്റെ ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടും കേരളത്തിൽ ഇല്ല എന്നാണ് പുറത്ത് നോർത്തിലൊക്കെ കൂടുതലായിട്ടില്ല നോർത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഭക്തിയേക്കാൾ കൂടുതൽ നിങ്ങൾ സെൽഫ് ലവ് സ്പിരിച്വലി കണക്റ്റഡ് ആവാനുള്ള കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെൽഫ് കെയർ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം എല്ലാ ദിവസവും കൃത്യമായിട്ട് മറക്കാതെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം എല്ലാ ദിവസവും മറക്കാതെ ചെയ്യാം. ഇപ്പോൾ ഒരു കറിയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളായാലും മതി. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മഹാദേവൻ ശിവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ഈ ഒരു സമയത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.